ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ അലീസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അലീസ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏത് മീറ്റ് ഉപയോഗിച്ചിട്ടും അലീസ ഉണ്ടാക്കാൻ പറ്റും. ഞാനിന്നിവിടെ പക്ഷേ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് അലീസ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് ചിക്കനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾക്ക് മട്ടൻ ഉപയോഗിച്ചിട്ട് അലീസ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് മട്ടൻ ഉപയോഗിച്ചിട്ടും സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് നമുക്ക് അലീസ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ഇന്ന് ഹോൾ വീറ്റെല്ലാം എടുത്തിട്ടുള്ളത്, ബ്രോക്കൺ വീറ്റ് ഉപയോഗിച്ചിട്ടാണ് അലീസ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹോൾ വീറ്റ് ഉപയോഗിച്ചിട്ടും ബ്രോക്കൺ വീറ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് ടേസ്റ്റി ആയിട്ട് അലീസ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മൾ അലീസ കഴിക്കാൻ നേരത്ത് അതിൽ കുറച്ചൊരു ഷുഗർ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നും. നമുക്ക് അതില്ലാതെയും നമുക്കത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രോക്കൺ വീറ്റ്, ഇത് ശരിക്കും ഒരു മെഷർമെൻറ്റ് കപ്പിൽ അളന്നെടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ബ്രോക്കൺ വീറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് എടുക്കണം. അപ്പോൾ 4 മണിക്കൂറിന് ഞാനിവിടെ വെള്ളത്തിലിട്ട് മൂടി വെക്കുകയാണ്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട ചിക്കന് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ്റെ ഒരു 2 പീസാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബ്രോക്കൺ വീറ്റിന്. അപ്പോൾ ഈ ചിക്കൻ ഞാനിവിടെ ആദ്യം തന്നെ കഴുകിയതിന് ശേഷമാണ് ഞാനിവിടെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ അതിനുശേഷം ഇവിടെ ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷം ബ്രോക്കൺ വീറ്റ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഈ വീറ്റ് നന്നായി ഒന്ന് കഴുകി ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പ്രഷർ കുക്കറിലേക്ക് ഈ വീറ്റ് ഇട്ടെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ വീറ്റ് അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു കപ്പ് വീറ്റിന് 3 കപ്പ് വെള്ളം എന്ന തോതിൽ ഒഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചിക്കനും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 2 ചെറിയ കഷ്ണം പട്ട, 4-5 ഏലക്ക, അതേപോലെ തന്നെ 4-5 ഗ്രാമ്പു, ഇവ 3 കൂടിയിട്ട് നമ്മൾ ഈ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടായാലും ഇട്ട് കൊടുക്കാം, പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കൂടുതൽ ബെറ്റർ. അതിനുശേഷം നമ്മൾ ഈ പ്രഷർ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇത് 4 വിസിൽ വരുത്തുക. അപ്പോൾ നമുക്ക് ഈ വീറ്റും ചിക്കനും വേവണ സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് വേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇത് മേലെ ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും ആണ് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് 2 സബോള എടുത്തിട്ട് നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു പിടി നട്ട്സും കുറച്ച് റൈസിനും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഈ സബോളയും ഈ മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് 1 ടീസ്പൂണ് ഗീ ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ആദ്യം തന്നെ നമ്മൾക്ക് ഈ സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സബോള ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോന്നോരോന്ന് കോരി മാറ്റിയെടുത്ത് വേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം തന്നെ സബോള ഇട്ട് കൊടുത്ത് സബോള ഒന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം മുന്തിരി പെട്ടെന്ന് കരിയും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് മുന്തിരി ശരിക്കും ഫ്രൈ ആവാനായിട്ട് ശരിക്കും ഈ പാനിൻ്റെ ചൂട് മാത്രം മതി. അപ്പോൾ മുന്തിരി ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പാന് സ്റ്റവിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ കുക്കറിൽ ഇപ്പോൾ ഒരു 4 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഈ ചിക്കനും വീറ്റും കൂടി ഇട്ടേക്കാണ്. അപ്പം നമുക്ക് അത് വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടി അടിച്ചൊഴിക്കാനുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അരമുറി തേങ്ങയും 4-5 ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങയ്ക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒക്കെ മതിയാവും. അപ്പോൾ 1.5 കപ്പ് വെള്ളത്തിലിട്ടിട്ട് ഞാനിവിടെ അടിച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ 4 വിസിലിന് ശേഷം ഇവിടെ നമ്മൾ ഇപ്പോൾ വീറ്റും ചിക്കനും നന്നായി വെന്തിട്ടുണ്ട്. ഇതൊരു നല്ലൊരു കയ്യിൽ കൊണ്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ്, പക്ഷേ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ അടിച്ചു വെച്ചേക്കുന്ന തേങ്ങ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് ബോയിൽ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സബോളയും നട്ട്സും റൈസിനും നമ്മൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ ഒന്നാകെ അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിന് പകരം മിക്സിയിൽ തേങ്ങ അടിച്ചിട്ട് അതിൻ്റെ പാല് മാത്രം ആഡ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.